എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന ഒരു അടിപൊളി കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിന്ന് കാണിക്കുന്നത് നിയോപ്പൊളിറ്റൻ കേക്കാണ്. നിയോപ്പൊളിറ്റൻ കേക്ക് എന്ന് പറയുമ്പോൾ അതിൽ 3 ടൈപ്പിലുള്ള ഫ്ലേവേഴ്സുള്ള കേക്ക് വെച്ചിട്ട് ചെയ്യുന്ന ഒരു അടിപൊളി കേക്കാണ്. അതുപോലെ ബട്ടർ ക്രീം ഫ്രോസ്റ്റിങ്ങിലാണ് നമ്മൾ കേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ കേക്ക് ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് തയ്യാറാക്കിയിട്ടുള്ള കേക്കാണ്. അതുപോലെ തന്നെ ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ബർത്ത്ഡേ ആയിട്ട് ഒരു മധുരമാക്കാമെന്ന് കരുതി. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് ഈ കേക്ക് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ. കാണാനായിട്ട് നല്ല രസമാണ്, 3 കളറും. അതുപോലെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റിലുള്ളൊരു കേക്കാണ്. അപ്പോൾ നമുക്ക് ഇതിലെ 3 ലെയർ ഓഫ് കേക്ക് ആദ്യം എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാൻ പോകുന്നത് ചോക്ലേറ്റ് കേക്കാണ്. ചോക്ലേറ്റ് സ്പോഞ്ച് കേക്കാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. മൈദയിലേക്ക് ഇനി 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേക്ക് ചെയ്തെടുക്കുന്നത്, എല്ലാ കേക്കുകളും. ഇനി ഇതിലേക്ക് നമ്മൾ 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ 2 ടേബിൾ സ്പൂൺ മതി. നമ്മൾ കൂടുതൽ ചേർത്താൽ കയ്പ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരിച്ച് മാറ്റി വെക്കാം. കട്ടകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് 2 മുട്ട വേണം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ടയാണ്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ മുട്ടയുടെ ആ ടേസ്റ്റ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇത് 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കാം. ബീറ്റർ വേണമെന്നൊന്നും ഇല്ല, നമുക്ക് കൈവച്ചിട്ട് തന്നെ വിസ്ക് വെച്ചിട്ടോ തടിത്ത ഉപയോഗിച്ചിട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞും വരണം. അതുപോലെ നല്ലൊരു ക്രീമി ടെക്സ്ചറിലും ഈ മുട്ട വരണം. ഇപ്പോൾ നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ബീറ്റിംഗ് ഒക്കെ നിർത്തിയിട്ട് ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ ബട്ടറോ ഓയിലോ ഏത് വേണമെങ്കിലും എടുക്കാം. നമ്മളിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മണമില്ലാത്ത ഏതെണ്ണ വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് എടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന പൊടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബീറ്റർ വെച്ചിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്യുക. ഓവർ ബീറ്റിംഗ് വേണ്ട, ചെറിയ സ്പീഡിൽ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. എല്ലാം ഒന്ന് മിക്സായി വരുന്നവരെ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നല്ല ചൂടുള്ള ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ കോഫി പൗഡർ ഒന്ന് അലിയിച്ചെടുക്കുക. ഇത് ചൂടോട് തന്നെ നമ്മൾ കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് നല്ല അടിപൊളി മോയിസ്റ്റും ആകും. നല്ലൊരു ചോക്ലേറ്റിൻ്റെയും കോഫിയുടെയൊക്കെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ ചൂടോട് കൂടിയിട്ട് തന്നെ നമുക്ക് ഈ കോഫിയുടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ആ ബീറ്റർ വെച്ചിട്ട് തന്നെ ലോ സ്പീഡിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയം നമ്മൾ അവൻ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. 180 ഡിഗ്രിയിലാണ് പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളത്. നമ്മളൊരു 7 ഇഞ്ചിൻ്റെ റൗണ്ട് നോൺ സ്റ്റിക്ക് കേക്ക് ടിന്നിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. സൈഡിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കാം. നോൺ സ്റ്റിക്ക് അതുകൊണ്ട് തന്നെ വെക്കണമെന്നില്ല. നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. നമ്മളിവിടെ 180 ഡിഗ്രിയിൽ 30 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 2 കോയിലും ഹീറ്റാക്കിയിട്ടുള്ള ഓപ്ഷനിലാണ് നമ്മൾ ബേക്ക് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇതിനി നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നന്നായിട്ട് തണുത്തതിന് ശേഷം കേക്ക് ഒന്ന് താഴും. അപ്പോൾ അത് ഏത് കേക്കാണെങ്കിലും നമ്മൾ ഇതുപോലെ പൊങ്ങിയിരിക്കുന്നത് തണുത്ത് കഴിയുമ്പോൾ താഴും. അപ്പോൾ ഇത് നല്ല മോയിസ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ ഇതുപോലെ ബട്ടർ പേപ്പറൊക്കെ ഇളക്കി വന്നപ്പം ഇതുപോലെ ആയിട്ടുണ്ട്. നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതൊരു പ്ലാസ്റ്റിക് റാപ്പിൽ പൊതിഞ്ഞിട്ട് വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രോബെറി കേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളിവിടെ ഫ്രഷ് സ്ട്രോബെറി വെച്ചിട്ടാണ് കേക്ക് തയ്യാറാക്കുന്നത്. അപ്പോഴാണ് അടിപൊളി ടേസ്റ്റ്. ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് സ്ട്രോബെറി ഇല്ലാന്നുണ്ടെങ്കിൽ സ്ട്രോബെറി ക്രഷ് എടുത്താലും മതിയാകും. നമ്മളിവിടെ ഒരു 200 ഗ്രാം സ്ട്രോബെറി എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. 100 ഗ്രാം മുതൽ 200 ഗ്രാം വരെ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം ഒരു അരിപ്പയിലൂടെ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അതിൻ്റെ അരിയും ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ ഈ സ്ട്രോബെറി കേക്കിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് പിങ്ക് ഫുഡ് കളർ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ജെൽ ഫുഡ് കളറാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. കാരണം നമ്മൾ ഈ കളർ ബേക്ക് ചെയ്തെടുക്കുമ്പോൾ ഈ കറക്റ്റ് പിങ്കിൽ വരില്ല, വേറൊരു ഫെയ്ഡ് ആയിട്ടുള്ളൊരു കളറായിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് പിങ്ക് കളർ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കളർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ നേരത്തെ എടുത്ത അതേ അളവിൽ തന്നെയാണ് പൊടികൾ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഉപ്പ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വാനില കേക്കും ഇതേ അളവിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു എക്സ്ട്രാ ടേസ്റ്റിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ കേക്കുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ സ്പോഞ്ച് കേക്കിനേക്കാട്ടിലുപരി നല്ലൊരു മോയിസ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്. ഇനി നമുക്കൊരു 2 മുട്ട വേണം, റൂം ടെമ്പറേച്ചറിലുള്ളത്. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ വാനില എസൻസ് ഒഴിച്ചു കൊടുത്താലും സ്ട്രോബെറിയുടെ ടേസ്റ്റ് തന്നെ ആയിരിക്കും ഈ കേക്കിന് വരിക. നിങ്ങളുടെ കയ്യിൽ നിന്ന് സ്ട്രോബെറിയുടെ എസൻസ് കിട്ടുമെന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഞാനിതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ക്രീമി ആവുന്നവരെ. ഇതിലേക്ക് നമ്മളൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എല്ലാം ചെയ്യണം എന്നില്ല. നിങ്ങൾക്ക് ഒരു ബാറ്റർ തയ്യാറാക്കിയതിന് ശേഷം 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടും തയ്യാറാക്കാവുന്നതാണ്. ആ കേസിലാണെന്നുണ്ടെങ്കിൽ ഒരു 2.25 കപ്പ് മൈദ എടുക്കേണ്ടി വരും മൊത്തത്തിൽ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന സ്ട്രോബെറിയുടെ ആ ഒരു കൂട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് കുറച്ച് ലൂസായിട്ടുള്ള ബാറ്ററാണ്, കാരണം നമ്മൾ കൂടുതലും സ്ട്രോബെറി സിറപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ലൂസായിട്ട് ഇരിക്കുമ്പോൾ നമ്മൾ കേക്ക് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല മോയിസ്റ്റ് ആകും. ഇനി ഇതിലേക്ക് നമ്മൾ പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കേക്ക് ബേക്ക് ചെയ്ത് അതേ ടിന്നിൽ തന്നെയാണ് ഇതും ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് 3 ഇതുപോലുള്ള ട്രേ ഉണ്ടെങ്കിൽ ഒറ്റ സമയം തന്നെ ഇത് 3ഉം നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ട് ബേക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഓരോ തവണയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇത് ബേക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് 180 ഡിഗ്രിയിൽ 30 മിനിറ്റാണ് ഇത് ബേക്ക് ചെയ്ത് എടുക്കുന്നത്. അപ്പം ട്രേയുടെ 1/4 ഭാഗം വരെ നിറച്ച് കൊടുക്കുക. ഞാനിവിടെ മൊത്തം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ എയർ ബബിൾസൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഈ കേക്കിന് അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്ട്രോബെറി വെച്ചിട്ട് സ്പോഞ്ച് കേക്ക് തയ്യാറാക്കി നോക്കുന്നത്. അടിപൊളി ടേസ്റ്റുള്ളൊരു കേക്കാണ്. ആ ഒരു കേക്കിൽ ഏറ്റവും ടേസ്റ്റായിട്ട് വന്നിട്ടുള്ളത് ഈ സ്ട്രോബെറിയുടെ കേക്കാണ്. അപ്പോൾ ഇതും നന്നായിട്ട് തണുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് വാനില സ്പോഞ്ച് കേക്കിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടു നോക്കാം. ഇനി നമ്മളിതിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് എന്ന് വെച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ അത് നമ്മൾ ബട്ടറും പഞ്ചസാരയും വെച്ചിട്ട് ചെയ്യുന്ന ഒരു സിമ്പിളായിട്ടുള്ള ഫ്രോസ്റ്റിംഗ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 ബോക്സ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് 250 ഗ്രാമാണ്. അപ്പോൾ ഈ കേക്ക് മൊത്തത്തിൽ ഞാനിവിടെ ഒരു സെമി നേക്കഡ് കേക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ബട്ടറിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 300 ഗ്രാം മുതൽ 350 ഗ്രാം വരെ മതിയാക്കും. അപ്പോൾ നമുക്ക് ആദ്യം ഇത് നല്ല സോഫ്റ്റ് ആവുന്ന വരെ ഒന്ന് ബീറ്റ് ചെയ്യാം. ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, ഉപ്പില്ലാത്ത അൺസോൾട്ടഡ് ബട്ടറാണ്. അപ്പോൾ നമ്മളൊരു സ്റ്റാൻഡ് മിക്സറിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് ബീറ്ററിലോ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യാം. ഇത് കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്യുകയാണെങ്കിൽ കൈ നല്ല വേദനയായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അല്ലാതെ ബീറ്റ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആവുന്ന വരെ നമ്മളിതുപോലെ ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ബട്ടറിൻ്റെ മഞ്ഞ കളറൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഒരു ലൈറ്റ് വൈറ്റിഷ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇടയ്ക്ക്. ഇനി നമ്മളിതിലേക്ക് പൊടിച്ച പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്ത് എടുക്കണം. ഇത് നല്ലൊരു ഫ്രോസ്റ്റിംഗ് ആണ്, നല്ല ഷേപ്പിലൊക്കെ കിട്ടുന്നൊരു ഫ്രോസ്റ്റിംഗ് ആണ്. അതുപോലെ ഇത് ഫ്രിഡ്ജിൽ വെക്കുന്നതിന് മുൻപായിട്ട് തന്നെ ഇത് യൂസ് ചെയ്ത് നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ വീണ്ടും ഇത് കട്ടിയായി പോകാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഹൈ സ്പീഡിൽ തന്നെയാണ്. ഇനി നമുക്കിതിലേക്ക് പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. പൊടിച്ച പഞ്ചസാര നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഐസിങ് ഷുഗർ ആണെങ്കിൽ നല്ലതാണ്. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ പൊടിച്ചെടുക്കാം. നമ്മളിവിടെ 500 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മളൊരു 400 ഗ്രാം പൊടിച്ച പഞ്ചസാര ഇതിലേക്ക് എടുത്തിട്ടുണ്ട്. അതെല്ലാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടിപ്പോൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്റ്റിഫ് പീക്സ് ആയിട്ടുള്ള ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്രീം ചീസൊക്കെ ഇട്ട് കൊടുക്കാം. ക്രീം ചീസ് ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു ലൂസാവും. അപ്പോൾ നമുക്കൊരു കേക്കിൻ്റെ ടേണിംഗ് ടേബിൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചോക്ലേറ്റിൻ്റെ കേക്ക് വെച്ചു. അതിന് മുകളിലായിട്ട് കുറച്ച് ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് വെച്ച് കൊടുത്തു. ഞാനാണെങ്കിൽ ബട്ടർ ക്രീം ഫ്രോസ്റ്റിംഗ് കുറച്ച് നേരം ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചു. അപ്പോൾ കുറച്ച് കട്ടിയായിപ്പോയി. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇത് അസംബിൾ ചെയ്യുമ്പം മാത്രം ഫ്രോസ്റ്റിംഗ് ഉണ്ടാക്കിയിട്ട് അസംബിൾ ചെയ്യുക. പിന്നെ ഞാൻ എന്തെടുത്തെന്ന് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തപ്പം അത് സോഫ്റ്റായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഓരോ ലെയറും വെക്കാം. ഇങ്ങനെ പ്രത്യേകിച്ച് ഓർഡറൊന്നുമില്ല വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം. ഞാൻ ഏറ്റവും താഴെ ചോക്ലേറ്റ്, പിന്നെ സ്ട്രോബെറി, പിന്നെ വാനില, ആ രീതിയിലാണ് വെച്ചിട്ടുള്ളത്. വാനില കേക്ക് നമ്മൾ സെയിം മെഷർമെൻറ്റിൽ തന്നെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പം അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് പല രീതിയിലൊക്കെ ഡിസൈൻ ചെയ്യാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു സെമി നേക്കഡ് കേക്കായിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് ചോക്ലേറ്റൊക്കെ ഒന്ന് ട്രിപ്പ് ചെയ്തിട്ട് ഉള്ളൊരു സ്റ്റൈലിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ഒരു കോട്ടിങ് റഫായിട്ടൊന്ന് കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഒന്ന് നല്ലതായിട്ടൊന്ന് സെറ്റാവും. അതിന് ശേഷം നമുക്ക് ചോക്ലേറ്റ് ഡ്രിപ്പ് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ നമ്മളിതുപോലെ സെമി നേക്കഡ് രീതിയിൽ അവിടെ എവിടെയായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചോക്ലേറ്റ് ഗനാഷാണ് ഒഴിക്കുന്നത്. ചോക്ലേറ്റ് ഗനാഷ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ചോക്ലേറ്റ് എടുത്തിട്ട് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയിട്ട് പൈപ്പിംഗ് ബാഗിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളതാണ്. മൈക്രോവേവിലാണ് ഞാൻ ഉരുക്കിയെടുത്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് ബാഗിൽ
ചെറിയ നോസിലിട്ട് കൊടുത്തിട്ട് നമുക്കിതുപോലെ ഡ്രിപ്പ് ചെയ്തെടുക്കാം. അപ്പം മുകളിൽ ഒഴിച്ചിട്ട് ഡ്രിപ്പ് ചെയ്യിപ്പിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സൈഡിൽ നിന്ന് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം മുകളിലും ഫില്ല് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. ഡെക്കറേഷനൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു സെമി നേക്കഡ് വിത്ത് ചോക്ലേറ്റ് ഡ്രിപ്പ് മോഡലാണ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് പല കളറിലുള്ള ഫ്രോസ്റ്റിംഗ് ആക്കിയിട്ട് ചെയ്യാം. അതായത് ചോക്ലേറ്റ്, സ്ട്രോബെറി, വാനില 3 കളറുകളിലുള്ള ബട്ടർ ക്രീം ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഡ്രിപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാക്കിയുള്ളത് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ കുറച്ചുകൂടെ ഒന്ന് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണെന്ന് പറയാം. അപ്പോൾ ഈ ചോക്ലേറ്റ് കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് നല്ല സെറ്റായിട്ടിരിക്കുകയാണ്. ഫ്രിഡ്ജിൽ 1 മണിക്കൂറെങ്കിലും ഒന്ന് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കുന്ന പാടെ തന്നെ കറക്റ്റായിട്ട് അവിടെ സെറ്റായിട്ടിരിക്കും. താഴേക്കൊന്നും ഒലിച്ച് അങ്ങനെ പോവില്ല. അപ്പോൾ നമ്മളതൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ ബട്ടർ ക്രീമിൽ നിന്ന് ഒരു റോസറ്റ്സ് ഇഷ്ടമുള്ള ഡിസൈനിൽ നിങ്ങൾക്ക് പൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള ബെറീസ്, സ്ട്രോബെറി, ബ്ലൂബെറി, അപ്പോൾ ഇഷ്ടമുള്ള ബെറീസൊക്കെ വെച്ച് കൊടുക്കാം. അതുപോലെ പല ടൈപ്പിലുള്ള ഫ്രൂട്ട്സ് കാണുമല്ലോ, അപ്പോൾ ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മളിവിടെ സിമ്പിളായിട്ടുള്ളൊരു ഡെക്കറേഷനാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് മാക്രോൺസ് ആണ് വെക്കുന്നത്. മാക്രോൺസ് നമ്മൾ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കണം. പെർഫെക്റ്റ് ആയിട്ടുള്ള ഫെയിലാകാതെ ഉള്ള ഒരു മാക്രോൺസിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ അടിപൊളിയാണ് ഈ കേക്ക്. നമ്മൾ ആ ഒരു പിങ്ക് കളറിലാണ് മാക്രോൺസും എടുത്തിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ സൂപ്പർ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് എന്ന് പറയുന്നത് ഭയങ്കര ഹൈറ്റുള്ളൊരു പീസാണ്. അപ്പോൾ അത് നല്ല ഫില്ലിങ്ങുമാണ്. 3 ഫ്ലേവറിലും ഉള്ളതാണ്. അപ്പം അടിപൊളിയാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ തയ്യാറാക്കിയതിൽ ഏറ്റവും അടിപൊളി ടേസ്റ്റിൽ വന്നിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്